ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കാനായിട്ടുള്ള റൈറ്റായിട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന ഒരു പൊതിച്ചോറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴയിലേക്ക് വെട്ടിക്കഴുകി നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നിവർത്തി വെച്ച് അതിലേക്ക് നമ്മുടെ ചോറ് അങ്ങോട്ട് വേവിച്ചത് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് തക്കാളി കൂട്ടാൻ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ തേങ്ങയും വാളൻപുളിയും ഉണക്കമുളകും കൂടി ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കിയൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് റെസിപ്പി ഞാൻ പിന്നീട് ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക പൊരിച്ചതാണ് കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു ഓംലെറ്റ് വെച്ചിട്ടുണ്ട്, ഒരു കൊണ്ടാട്ടമുളക് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫിഷ് ഫ്രൈ ആണ് ഇതിലേക്ക് വെക്കാറായില്ലയോ മത്തിയോ ഒക്കെ. ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അച്ചാറും കൂടി ചേർത്തിട്ട് അതങ്ങോട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പൊതിച്ചോറ് റെഡിയാവുക. അപ്പോൾ എനിക്ക് പൊതിയാൻ വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഉമ്മയാണ് പൊതിഞ്ഞ് തരുന്നത്. അപ്പോൾ അത് ആ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യാൻ. എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫിഷ് ഫ്രൈ വെക്കാൻ ഇവിടെ ഉപ്പ ഫിഷ് ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് വേണ്ടി മാത്രം പിന്നെ ഫിഷ് വെക്കാതെ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ചിക്കൻ ആക്കാന്ന് വിചാരിച്ചാണ് ആക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ വാഴയില വാട്ടിയതും ആ ചോറും കൂടി ഇരുന്നിട്ടുള്ള ആ ഒരു മണവും ഒക്കെ കൂടെ അങ്ങോട്ട് വരുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക് യു.